ഏലംകുളം മുൻ പഞ്ചായത്ത് പ്രസിഡന്റിനെ പറ്റിയിട്ട് ഒരു ആരോപണം നമ്മുടെ ഇപ്പോഴത്തെ ഭരണസമിതി അംഗങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. അത് ഏകദേശം ശരിവെക്കുന്ന രൂപത്തിലാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. കാരണം ഈ താലൂക്ക് വികസന സമിതിയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ കർത്തവ്യമാണ്. അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. വളരെ നിസ്സാരമായി തള്ളേണ്ട ഒരു കാര്യമല്ലത്. അപ്പോൾ ഞാനതിലൊരു മെമ്പറാണ്. ഞാൻ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു വേദിയാണ് താലൂക്ക് സമിതി. പക്ഷേ ആ വികസന സമിതികളിൽ കൃത്യമായി പങ്കെടുക്കാത്ത ഒട്ടനവധി പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്. അവരൊക്കെ ഇപ്പോൾ ഏലംകുളം പഞ്ചായത്ത് ഇപ്പോഴത്തെ ഭരണസമിതി പറഞ്ഞ പോലെ ഇവർ ബത്തകൾ എഴുതിയെടുക്കുക അല്ലെങ്കിൽ മറ്റു രൂപത്തിൽ ഒരു ആ പദവിക്ക് ചേരാത്ത രൂപത്തിലുള്ള കളങ്കം ചാർത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ശരിയല്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് എൻ്റേത്. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ അന്വേഷിക്കണം. ഇപ്പോൾ ഞങ്ങളൊക്കെ പോകുന്ന ഞങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തുകൊണ്ടാണ് ഞങ്ങൾ താലൂക്ക് വികസന സമിതിക്ക് പോകുന്നത്. അവിടുത്തെ നമ്മുടെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ വെക്കുന്നു, ഉദ്യോഗസ്ഥർക്ക് നിന്നുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്നു, അത് അവർ സ്വീകരിക്കുന്നു, അവർ നടപ്പാക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെയാണ് ഒരു താലൂക്ക് വികസന സമിതി കൊണ്ടുള്ള നേട്ടങ്ങളും അതിൻ്റെ കർത്തവ്യങ്ങളും. പക്ഷേ ഇങ്ങനെ വരാതെ അതിൽ നിന്നും എഴുതിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ജനപ്രതിനിധിക്ക് പറ്റിയതല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ്. ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുതും ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഒക്ടോബർ 24 മുതൽ 27 വരെ ഞങ്ങളുടെ പെരിന്തൽമണ്ണ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്ട്രി ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു. വരൂ, പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം.